എൻ്റെ പേര് സ്നേഹ. ഞാൻ ഡിഗ്രി തേർഡ് ഇയർ പഠിക്കുന്നു. ഞങ്ങൾക്ക് അച്ഛനും ഇല്ല, അമ്മയും ഇല്ല. അമ്മാവ മരിച്ചുപോയി. ഞങ്ങളുടെ അമ്മ കളഞ്ഞു പോയ ശേഷം അമ്മാമ്മയാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഇപ്പം അച്ഛനും ഇല്ല. ഞങ്ങളുടെ വീടിൻ്റെ അവസ്ഥ ഇതാണ്. ഞങ്ങൾക്ക് എത്രക്കുള്ളൊരു വീട് വേണം. എൻ്റെ പേര് സാന്ദ്ര. ഞാൻ ഇപ്പോൾ +2 പഠിക്കുകയാണ്. ഞങ്ങളെ കൊച്ചിലെ തന്നെ അമ്മ കളഞ്ഞിട്ട് പോയി. പിന്നെ അതല്ലാതെ അച്ഛൻ ഇപ്പം നോക്കുന്നില്ല. ഇപ്പം ഞങ്ങൾ നോക്കാൻ ആരുമില്ല. വീട്ടിൻ്റെ അവസ്ഥ ഭയങ്കര മോശമാണ്. ഒരു നല്ലൊരു വീട് വേണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അമ്മാമ്മയാണ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത്. അമ്മമ്മ 2 വർഷം മുന്നേ മരിച്ചുപോയി. തൻ്റേതല്ലാത്ത കാരണങ്ങളാൽ 2 പെൺകുട്ടികൾ അനുഭവിക്കുന്ന കഥനകഥയുടെ ന്യൂസ് സാക്ഷി TV വഴി കാണാനിടയുണ്ടായി. അന്ന് തന്നെ വിചാരിച്ചു എന്തെങ്കിലും സഹായം ചെയ്യാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യണമെന്ന്. പിറ്റേന്ന് തന്നെ ഞാൻ GR നായരെ വിവരം അറിയിക്കുകയും വാർഡ് മെമ്പർ എന്നിവരോടൊപ്പം ഈ വീട് സന്ദർശിക്കുകയും ചെയ്തു. ഇവിടെ വന്നപ്പോൾ തികച്ചും അർഹരാണ് എന്ന് തോന്നലുളവാക്കുകയും അന്ന് തന്നെ നമുക്ക് സഹായിക്കാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് പ്രശ്നം അവർക്ക് കൊടുക്കാൻ സാധിച്ചു. അതിനുശേഷം ഞങ്ങളെല്ലാവരും കൂടി ആലോചിച്ചതാണ് ഈ വീട് ഒന്ന് ശരിയാക്കി കൊടുക്കണം. അവർക്ക് മഴ നനയാതെ വീട് പേടിക്കാതെ അവർക്ക് അവിടെ കിടന്നുറങ്ങാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണം. അങ്ങനെയാണ് ഞങ്ങൾ ഈ ദൗത്യം ഏറ്റെടുക്കുന്നത്. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് അർഹർക്ക് വേണ്ടി ആയിരിക്കണം എന്ന എൻ്റെ ഒരു ആഗ്രഹം തീർച്ചയായിട്ടും ഇവിടെ സഫലമാവുക. ഒരപേക്ഷയുണ്ട്. നമ്മൾക്ക് വളരെ പുണ്യം സിദ്ധിച്ചവരാണ്. നമ്മളൊന്ന് താഴെത്തട്ടിൽ ഇറങ്ങുവാണെങ്കിൽ കഷ്ടതകൾ അനുഭവിക്കുന്ന ഒരു കൂമ്പാരം തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അർഹതപ്പെട്ടവർക്ക് സഹായം എത്തിക്കണം, തീർച്ചയായിട്ടും എത്തിക്കും എന്നൊരപേക്ഷ കൂടെ നിങ്ങൾ മുന്നിൽ വയ്ക്കുകയാണ്. സസ്നേഹം, ഉണ്ണികൃഷ്ണൻ. ഇക്കഴിഞ്ഞ പെരുമഴക്കാലത്ത് നമ്മുടെ ഈ ഒരു വീട് ഇടിഞ്ഞു വീണതിനെ പറ്റി നമ്മുടെ സാക്ഷി TV ചടയമംഗലത്ത് അതിൻ്റെ ചടയമംഗലം കേന്ദ്രമായിട്ട് ആക്കി പ്രവർത്തിക്കുന്ന സാക്ഷി TVയിൽ ഒരു വാർത്ത വരികയുണ്ടായി. അത് ഞാനും നമ്മളുടെ ഖത്തർ ഉണ്ണിയണ്ണൻ എന്ന് ഓമനപ്പേരിട്ട് വിളിക്കുന്ന P ഉണ്ണികൃഷ്ണൻ, ഞങ്ങളുടെ എല്ലാം ഉണ്ണിയണ്ണനും ഞാനും കൂടി ആ വാർത്ത കാണുവാനിടയാവുകയും ഞങ്ങൾ അതിനെപ്പറ്റി കാര്യമായി അന്വേഷണം ചെയ്യുകയും ചെയ്തു. അന്വേഷിച്ച് നമ്മൾ ചെന്നെത്തിയത് സാക്ഷി TVയുടെ റിപ്പോർട്ടറായ നമ്മുടെ എല്ലാം പ്രിയ സഹോദരൻ മുദ്ര അണ്ണൻ്റെ അടുത്താണ്. മുദ്ര ഗോപേണ്ണൻ്റെ അടുത്ത കാര്യങ്ങൾ തിരക്കിയതിന് ശേഷം ആ വാർത്തയിൽ നിറഞ്ഞു നിന്നിരുന്ന നമ്മുടെ വാർഡ് മെമ്പറായിട്ടുള്ള ബാബുരാജിനെയും ഞങ്ങൾ പിന്നീട് പോയി കാണുകയുണ്ടായി. അവരൊത്ത് തൊട്ടടുത്ത ദിവസം തന്നെ ഞങ്ങൾ ഈ സൈറ്റ് വന്ന് കാണുകയുണ്ടായി. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ മനുഷ്യ മനസ്സാക്ഷിയെ മരവിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കാഴ്ചയാണ് ഞങ്ങൾ ഇവിടെ കണ്ടത്. 2 കുഞ്ഞുങ്ങളുണ്ട്. അവരുടെ അമ്മ എത്രയോ 10-12 വർഷം മുമ്പ് കളഞ്ഞിട്ട് പോയി. അച്ഛനും കഴിഞ്ഞ 2 വർഷം മുമ്പ് കളഞ്ഞിട്ട് പോയി. ഒരു എല്ലാത്തിനും താങ്ങും തണലുമായി നിന്നിരുന്ന അമ്മുമ്മ മരണപ്പെടുകയും ചെയ്തു. ആ കുഞ്ഞുങ്ങൾ അനാഥരാവുകയും ആ കുഞ്ഞുങ്ങൾക്ക് നിത്യവൃത്തിക്കും അന്നദാനത്തിനും സ്കൂളിൽ പോകുന്ന കാര്യത്തിനും എല്ലാം ചെറുതായി സഹായം ചെയ്തുകൊണ്ടിരുന്ന അവരുടെ കൊച്ചമ്മൂമ്മയെ ഞങ്ങളിവിടെ കാണുകയുണ്ടായി. അവരുമായി ഞങ്ങൾ ആശയവിനിമയം നടത്തുകയും ഈ പഞ്ചായത്ത് പ്രസിഡന്റിനോടും പഞ്ചായത്ത് വാർഡ് മെമ്പറോടും കാര്യങ്ങൾ തിരക്കി. അപ്പോൾ ഈ നിൽക്കുന്ന ഭൂമി 3 സെന്റ് ഭൂമി ആ കുഞ്ഞുങ്ങളുടെ പേരിൽ അല്ലാത്ത കാരണത്താൽ ഇവരെ കളഞ്ഞിട്ട് 10-12 വർഷം മുമ്പ് ഓടിപ്പോയ അവരുടെ അമ്മയുടെ പേർക്കായിരുന്നു എന്ന്
അറിയുവാൻ സാധിച്ചു. അപ്പോൾ പഞ്ചായത്തിൻ്റെ സഹായങ്ങൾ അവർക്ക് കിട്ടുവാനായിട്ട് സാധാരണഗതിയിൽ സാധ്യമല്ല എന്ന് വരികയും പിന്നെ നമ്മളുടെ മനസ്സിൽ തോന്നിയ ഒരു ദയയും അനുകമ്പയും വെച്ചുകൊണ്ട് ഈ കുഞ്ഞുങ്ങൾക്കുള്ള ഈ ഇടിഞ്ഞു പൊളിഞ്ഞ വീടിനെ അവർക്ക് വാസയോഗ്യമാക്കി കൊടുക്കുന്നതിന് വേണ്ടി ഞാനും ഖത്തർ ഉണ്ണിയണ്ണനും കൂടി അതിനുവേണ്ടി പരിശ്രമിക്കുകയും അതിൻ്റെ ഫലമായി കഴിഞ്ഞ 5-6 ദിവസമായി ഞങ്ങൾ അതിൻ്റെ പണിപ്പുരയിലാണ്. അപ്പോൾ അതിനുവേണ്ടി താഴെ ഞങ്ങൾ കട്ടയും പൊടിയും ഇതിൻ്റെ നിർമ്മാണ സാമഗ്രികളെല്ലാം താഴെ റോഡ് വരെ എത്തത്തുള്ളൂ. റോഡിൽ നിന്ന് ഒരു ഏകദേശം 10-80 മീറ്ററോളം ദൂരത്തിൽ ഉയർന്ന പ്രദേശത്തേക്കുള്ള ഇതായതുകൊണ്ട് അതിനുവേണ്ടി സന്നദ്ധ പ്രവർത്തകരായിട്ടുള്ള AIYF-ൻ്റെയും മറ്റ് പാർട്ടിക്കാരുടെയും എല്ലാം കുഞ്ഞുങ്ങൾ ഞങ്ങൾക്ക് അതിന് സഹായമാവുകയും ഇന്നലെ തൊഴിലുറപ്പിൻ്റെ അവരുടെ പാർട്ടിക്കാർക്കുള്ള ഏർപ്പാടിൽ കുറച്ച് പൊടിയും ആ സാധന സാമഗ്രികൾ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞങ്ങൾ ഇതിൻ്റെ പ്രാരംഭ നടപടികൾ എന്നുള്ള രീതിയിൽ ഇടിഞ്ഞു വീണ വസ്തുവിനെ ഈ വീടിൻ്റെ മേൽക്കൂരയെല്ലാം ഞങ്ങളെല്ലാം ഇറക്കി അതിൻ്റെ അടുക്കള ഭാഗം ഒന്നാകെ എടുത്തു കളയുകയും ബാക്കിയുള്ള ഭാഗങ്ങൾ റിപ്പയർ ചെയ്തും അവർക്ക് വാസയോഗ്യമാക്കി കൊടുക്കുവാനായിട്ട് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പണി ഇന്ന് ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. സാധന സാമഗ്രികളെല്ലാം ഇവിടെ ഡംപ് ചെയ്തു കഴിഞ്ഞു. ഇന്ന് മുതൽ ഞങ്ങൾ അതിൻ്റെ പണികൾ പൂർത്തിയാക്കി തുടങ്ങിക്കഴിഞ്ഞു. എത്രയും വേഗം ഈ 2 കുഞ്ഞുങ്ങൾക്ക് ആ 2 പെൺകുട്ടികളാണുള്ളത്. കേട്ടിടത്തോളം ഒരു കുട്ടി ഡിഗ്രിക്ക് ഫൈനൽ ഇയറിനും ഒരു കുട്ടി +2-ന് പഠിക്കുകയാണ്. 2 കുട്ടികളും കേട്ടിടത്തോളം നല്ല മിടുക്കികളാണ്, പഠിക്കാൻ നല്ല മിടുക്കരാണെന്ന് കേൾക്കുകയുണ്ടായി. അപ്പം ഞങ്ങൾ ഈ തുടങ്ങി വെച്ച പ്രവർത്തനം ഇവരുടെ ഒരു ഭവന നിർമ്മാണത്തിൽ മാത്രം ഒതുങ്ങാതെ ഇവരുടെ ഇനി അങ്ങോട്ടുള്ള പുനരധിവാസത്തിനും ഇവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്കും എല്ലാം ഉപകരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം അതിൻ്റെ കഴിഞ്ഞ പ്രവേശനോത്സവത്തിന് കുട്ടികൾക്ക് കോളേജും സ്കൂളും തുറക്കുന്നതിൻ്റെ തലേ ദിവസം ഉണ്ണിയണ്ണനും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയും കൂടി വന്ന് അവർക്ക് പഠനോപകരണങ്ങൾ വാങ്ങുന്നതിനായിട്ടുള്ള ഒരു തുക കൈമാറുകയും അവർക്ക് അണിയുവാനുള്ള വസ്ത്രങ്ങൾ 3-4 ജോഡി വസ്ത്രങ്ങളും മറ്റുമെല്ലാം വാങ്ങി നൽകുകയുണ്ടായി. ഞങ്ങളുടെ സഹായഹസ്തങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഈ ഭവനത്തിൻ്റെ നിർമ്മാണം കഴിഞ്ഞതിന് ശേഷവും ഈ കുട്ടികളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ആവശ്യമായ ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയുള്ള മറ്റെല്ലാ കാര്യങ്ങളും ഭവനം നിർമ്മിച്ചു കഴിഞ്ഞാലും ആ ഉള്ളിലേക്ക് വേണ്ടുന്ന ഫർണിച്ചറുകളും മറ്റു കാര്യങ്ങളും ഉണ്ട്. നമ്മുടെ സമൂഹത്തിൽ ചടയമംഗലത്തുള്ള സന്നദ്ധ സംഘടനകളും അതേപോലെ നമ്മളോടൊപ്പം നിന്ന് ഇവരെ സഹായിക്കുവാൻ സുമനസ്സുകളായ നാട്ടുകാരും പലരും ഉണ്ടാകും. അവരെയൊക്കെ നമ്മൾ സംഘടിപ്പിച്ചുകൊണ്ട് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്ന സഹായ സഹകരണങ്ങളെല്ലാം നൽകണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു എളിയ സഹായം എന്നുള്ള രീതിയിൽ എത്രയും പെട്ടെന്ന് ഞാനും ഉണ്ണിയണ്ണനും കൂടി ചേർന്ന് ഈ ഒരു ഭവനം ഇവർക്ക് തയ്യാറാക്കി കൊടുക്കുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ പ്രവർത്തനവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അതിന് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുടെയും സഹായ സഹകരണങ്ങൾ ഞങ്ങൾക്കുണ്ടാകണം. അതോടൊപ്പം ഈ കുഞ്ഞുങ്ങളുടെ മുന്നോട്ടുള്ള പഠനത്തിനും ഉപരിപഠനത്തിനും അവർക്കൊരു ജോലി സമ്പാദിച്ച് സ്വന്തം കാലുകളിൽ നിൽക്കുവാൻ അവർക്ക് ശക്തി നൽകുവാനുമായി എല്ലാ ജനവിഭാഗങ്ങളും ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കണം എന്നും ഇതേപോലുള്ള മറ്റ് പ്രവർത്തനങ്ങൾക്കും എല്ലാവരും ഇതൊരു പ്രേരണയായി ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ വിഭാഗത്തിലുള്ള ജനങ്ങളും മുന്നോട്ട് വരണമെന്നും ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. ഈ കുഞ്ഞുങ്ങൾക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം. വീട്ടിലൊന്നും കുഞ്ഞൊന്നും കുപ്പെടുക്കാത്ത പിള്ളേരാ. തെങ്ങ് മുറിച്ചല്ലോ, തെങ്ങ് മുറിച്ച് ഇങ്ങോട്ട് കിട്ടോ. അത് ചിലപ്പം വീണ് പോയി കഴിഞ്ഞാൽ ബസ് ശീലമില്ലാത്ത പണി അല്ലയോമനെ. എന്നാലും നിങ്ങൾക്ക് അത് തോന്നിയല്ലോ. ഇന്നലെ 30 പേരുണ്ടായിരുന്നു ഇതിന്റെ
അനിയൻ്റെ പേരെന്താണ്? എൻ്റെ പേര് ശ്രീജിത്ത്. ശ്രീജിത്ത്. നിങ്ങൾ YF-ൻ്റെ പ്രവർത്തകരാണ്? അതെ അതെ. AYF. ആ. അപ്പോൾ ആരൊക്കെ ഉണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ ഈ വർക്കിന്? പൂത്താകുന്ന AYF-ൻ്റെ യൂണിറ്റ് മെമ്പർമാരുണ്ട്. ഈ കഴിഞ്ഞ മഴയെ തുടർന്ന് ഈ കുട്ടികൾ താമസിച്ചുകൊണ്ടിരുന്ന വീട് പൂർണ്ണമായും നശിച്ച ഒരു രീതിയിലാണ് വന്നത്. ആ ഒരു വാർത്ത സാക്ഷി TV റിപ്പോർട്ട് ചെയ്യുകയും ആ വാർത്ത കണ്ടുവന്ന ശ്രീ കൺസ്ട്രക്ഷൻസും നമ്മുടെ ചടയമംഗലത്തെ ഖത്തർ ഉണ്ണി എന്ന് പറയുന്ന വ്യക്തിയും കൂടി ഈ കുട്ടികൾക്ക് വീട് താമസയോഗ്യമാക്കി കൊടുക്കാമെന്ന് പറയുകയും അങ്ങനെ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്ന് ഇടുകയാണ് ചെയ്തത്. അപ്പോൾ ഈ കുട്ടികൾക്ക് ഇത്രയും ചെയ്ത് സഹായിക്കാൻ മുന്നിട്ട് വന്ന ശ്രീ കൺസ്ട്രക്ഷൻസിൻ്റെ ശ്രീ രാമചന്ദ്രൻ നായർക്കും നമ്മുടെ ഖത്തർ ഉണ്ണി എന്നും AYF-ൻ്റെ എല്ലാവിധ ആശംസകളും ഞങ്ങൾ നേരുന്നു. തുടർന്നും ഇവരിൽ നിന്ന് ഇതുപോലുള്ള സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളുന്നു. സാക്ഷി ചാനലിലെ വാർത്ത കണ്ടുവന്ന ശ്രീ കൺസ്ട്രക്ഷത്തിലെ രാമചന്ദ്രൻ മാമനും ഉണ്ണികൃഷ്ണ മാമനും ചേർന്നാണ് ഞങ്ങളുടെ ഈ വീടിന് ഒരു പണി ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത്. അതിനു വേണ്ടി സഹായിച്ച സാധനങ്ങൾ കൊണ്ടു തന്ന തൊഴിലുറപ്പ് പദ്ധതിയിലെ മാമിമാർക്കും പിന്നെ AYF-യിലെ ചേട്ടന്മാർക്കും പിന്നെ സാക്ഷി ചാനലിനും ഞങ്ങളുടെ പേരിൽ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അതെ, ഇനി അവർ സുരക്ഷിതരായി ഉറങ്ങി ഉണരും. സാക്ഷിക്ക് പുകഴ്ത്തലോ തലോടലോ വശമില്ല. എന്നാൽ പൊള്ളുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളുടെ നേരെ കണ്ണടയ്ക്കാനാകില്ല. ഈ നക്ഷത്ര കുഞ്ഞുങ്ങൾക്കൊപ്പം എല്ലാവരും അണിചേരുമെന്ന വിശ്വാസത്തോടെ എന്നും എപ്പോഴും പക്ഷമില്ലാത്തവരുടെ പക്ഷത്ത് നിന്ന് നിങ്ങളുടെ സ്വന്തം സാക്ഷി.